അതെ, എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. 4 കായിക താരങ്ങളുടെ റെക്കോർഡ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നൊവാക് ദ്യോക്കോവിച്ച്, ടെന്നീസ് ലോകത്തെ ഇതിഹാസ താരം, ഗ്രാൻഡ് സ്ലാം ഫൈനൽസിൽ, മെൻസ് ഗ്രാൻഡ് സ്ലാം ഫൈനൽസിൽ ഏറ്റവും കൂടുതൽ തവണ പരാജയപ്പെട്ടിട്ടുള്ള റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്. സെയിം ടൈം ഏറ്റവും കൂടുതൽ തവണ ഗ്രാൻഡ് സ്ലാം ഫൈനൽസിൽ വിജയിച്ചിട്ടുള്ള റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. ലെബ്രോൺ ജെയിംസ്, അമേരിക്ക കണ്ട എക്കാലത്തെ മികച്ച ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഏറ്റവും കൂടുതൽ തവണ ഷോട്ടുകൾ മിസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്. സെയിം ടൈം NBA ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ള റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഏറ്റവും കൂടുതൽ തവണ പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്. സെയിം ടൈം ഏറ്റവും കൂടുതൽ തവണ പെനാൽറ്റി ഗോളാക്കി മാറ്റിയിട്ടുള്ള റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. സച്ചിൻ തെണ്ടുൽക്കർ, ഏറ്റവും കൂടുതൽ തവണ 90കളിൽ ഔട്ടായിട്ടുള്ള പ്ലെയറാണ്. നെർവസ് 90 എന്ന് പറയും. സെഞ്ചുറി നഷ്ടമാക്കിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ തവണ സെഞ്ചുറി നഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടമാക്കിയിട്ടുള്ള റെക്കോർഡ് സച്ചിന്റെ പേരിലാണ്. സെയിം ടൈം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള റെക്കോർഡും സച്ചിന്റെ പേരിലാണ്. എന്താല്ലേ, ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ പരാജയം ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ലെജൻസ് തന്നെയാണെന്നുള്ളതാണ്. ഇതൊരു കോയിൻസിഡൻസ് ആയിട്ടൊക്കെ നമുക്ക് വേണം കരുതാം. പക്ഷേ ഈ 4 പേർക്ക് എങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലെജൻസിന്റെ കാര്യമല്ലേ, അതിപ്പോൾ നമ്മൾ ഇപ്പം അതിനെക്കുറിച്ച് ബേജാറായിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചിന്തിക്കാം. മറ്റൊരു ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. തോറ്റുപോകും എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉണ്ടാകാം. ചെറിയ വലിയ തോൽവികൾ വരുന്ന സമയത്ത് ഈ റെക്കോർഡ്സിനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ.